Watch India's largest kids library only on Jio Hotstar. Download the app now. ഓ നിങ്ങളാണല്ലേ ബോക്സർ. ഇതാ നിങ്ങൾക്കുള്ള കൊറിയറാണിത്. നിങ്ങൾക്കാണ് ഈ വർഷത്തെ ബോക്സർ ഓഫ് ദ ഇയറിന്റെ അവാർഡ്. ആശംസകൾ അറിയിക്കുന്നത്. ബോക്സർ ഓഫ് ദ ഇയർ. ഓ താങ്ക് യു. ഓ ബലെ ഓ ബലെ. എനിക്ക് ബോക്സർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടി. എല്ലാവരും കേട്ടോ? ബോക്സർ ഓഫ് ദി അവാർഡ്. നാട്ടുകാരെ, കൂട്ടുകാരെ കേട്ടോണേ. എന്റെ സലാം സ്വീകരിക്കാതെ രണ്ടും കൂടെ എങ്ങോട്ട് പോവാ? ദേ കണ്ടോ, എനിക്ക് ബോക്സർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയിരിക്കുക. നോക്ക്. ബോക്സർ ഓഫ് ദ ഇയറോ? പക്ഷെ ബോക്സിംഗ് ചേട്ടാ, ഇവിടെ അതിന് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഒന്നും നടന്നിട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം ഞാൻ നുണ പറയുമെന്നാണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാറുള്ളതല്ലേ. അതിന്റെ പേരിൽ എനിക്ക് അവാർഡ് തന്നതായിരിക്കും. മനസ്സിലായോ? ഞാൻ മഹാനാണ്, ഞാൻ ബലവാനാണ്, ഞാൻ ശക്തിമാനാണ്. ബോക്സർ കേട്ടോ, മതിയാക്ക്. ഇങ്ങനെ ശ്വാസം പിടിച്ചാലേ നിങ്ങൾ പൊട്ടിത്തെറിക്കും കേട്ടോ. ബോക്സറായിട്ട് നിങ്ങൾ മഹാനായിട്ട് അവിടെ നിന്നോ, ഞങ്ങൾ പോവുക. ഓക്കേ? അതിന് നിങ്ങൾ എവിടെ പോവുക? എന്നെ ആരും ബഹുമാനിക്കുന്നില്ലല്ലോ. സല്യൂട്ട് ചെയ്യേ, എന്നെ വേഗം സല്യൂട്ട് ചെയ്യേ. ബോക്സർ അളിയ, നിങ്ങളെ മോട്ടുവിനെ പത്ലുവിനെ കണ്ടിരുന്നോ? അവർക്ക് രണ്ടുപേർക്ക് നിങ്ങളെ ഒരു വിലയുമില്ല. അവർ നിങ്ങൾക്ക് റെസ്പെക്ട് തന്നിട്ടില്ലെങ്കിൽ വേറെ ആരും നിങ്ങൾക്ക് റെസ്പെക്ട് തരാൻ പോകുന്നില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട, നിങ്ങൾ തന്നെ വേണം രക്ഷിക്കാൻ. നിങ്ങളങ്ങനെ സാധാരണക്കാരനൊന്നുമല്ല. നിങ്ങളെ ഒരു പുലിക്കുട്ടി, മഹാവീരൻ ജയിക്കട്ടെ. ചായക്കടക്കാരാ, വേഗം ചായയും കടി ഇങ്ങോട്ട് കൊണ്ടുപോവാ. അതിനെന്താ, ദേ എത്തിക്കഴിഞ്ഞു. ആദ്യം മോട്ടും പത്തിനും കൊടുക്കട്ടെ. അവരല്ലേ ആദ്യം വന്നത്, എന്നിട്ട് നിങ്ങൾ തരാം. ചായക്കടക്കാരാ, നിങ്ങൾ ബോക്സർ ഓഫ് ദി ഇയറിനെയാണ് അപമാനിച്ചത്. വേഗം എനിക്ക് കൊണ്ടുവന്നതാ, അല്ലെ ഞാൻ തന്നെ എടുക്കാം. എന്നിട്ട് മതി. ഇത് ശരിയായ കാര്യമല്ല. ആദ്യം വന്നവർക്കല്ലേ ആദ്യം കൊടുക്കേണ്ടത്. എന്റെ കടയിൽ വന്നിട്ട് തോന്നിയാസം കാണിക്കുന്നോ? ശരി, തോന്നിയാസം കാണിക്കുന്നില്ല. നിനക്കെന്താ എന്നെ അടിക്കണോ? അല്ല ബോക്സറേട്ടാ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഈ നഗരത്തിലുള്ള ആരും ബോക്സർ ഓഫ് ദ ഇയർ എന്ന അവാർഡ് ഇതുവരെ ആരും ഇവിടെ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഓ, അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ നുണ പറയുന്നതാണല്ലേ? ഈ ബോക്സർ ഓഫ് ദ ഇയർ ഒരിക്കലും നുണ പറയില്ല. ഇത് കണ്ടോ? എന്റെ ബോഡി നോക്ക്. നിങ്ങൾക്കെന്താ കണ്ണു കാണുന്നില്ലേ? എനിക്ക് ബോക്സർ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയിരിക്കുക. എനിക്ക് സല്യൂട്ട് തന്നേച്ച് പോയാ മതി. അല്ല ബോക്സറേട്ടാ, നിങ്ങൾ ബോക്സർ ഓഫ് ദ ഇയർ എന്നാ ആയത്? അതറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കണ്ട അണ്ടനും അടകോടനും ഒക്കെ ബോക്സർ ആയിക്കൂടെ?
കാക്ക, എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. താൻ ആവശ്യമില്ലാതെ ഫുർഫുറെ നഗരത്തെ ജനങ്ങളൊക്കെ പേടിപ്പിക്കുകയാണെന്ന്. എന്തുകൊണ്ട്? ഞാൻ ആരെയും പേടിപ്പിക്കുന്നില്ല ചിങ്ക സാറേ. ഇവർക്കാർക്കും ബോക്സർ ഓഫ് ദി ഇയറിന് ഒരു ബഹുമാനവുമില്ല. ബോക്സർ ഓഫ് ദി ഇയർ? താനോ? എപ്പോ? എങ്ങനെ? എവിടെ? സത്യം പറയണം. ഇപ്പൊ കാണിച്ചു തരാം. എന്റെ അമ്മോ, എന്റെ അമ്മോ, പോലീസിനൊക്കെ ഇപ്പൊ യാതൊരു സുരക്ഷതയില്ല. എന്റെ അമ്മോ, ആരെങ്കിലും രക്ഷിക്കണേ. എന്നെ അത്തിപ്പോറ അമ്മച്ചിയേ. നിങ്ങൾ രണ്ടുപേരും ബോക്സർ ട്രാവൽ സർവീസിലല്ലേ മേലോട്ട് വന്നത്? പത്ലു, ഈ ബോക്സറും ട്രാവൽ ഏജൻസി വല്ലതും തുറന്നിട്ടുണ്ടോ? ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ആ ബോക്സറിനിപ്പോ ഒടുക്കത്തെ അഹങ്കാരമാ. അയാൾക്ക് ചിലവ് ചെയ്യാത്തവരെയൊക്കെ അവന്റെ ട്രാവൽ സർവീസിന്റെ മുകളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ശല്യം സഹിക്കാനേ പറ്റുന്നില്ല. ആ ബോക്സറിന് ഇപ്പൊ അഹങ്കാരം കൂടിയിട്ടുണ്ട്. ആ ബോക്സറിന്റെ ഈ അഹങ്കാരം നമുക്ക് ഇല്ലാതാക്കിയേ പറ്റൂ. പക്ഷേ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്ലു? എന്തെങ്കിലും ആലോചിക്കേ. ഐഡിയ. നിങ്ങൾ എല്ലാവരും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് വെച്ചാൽ ബോക്സറിനെ കണ്ടാലും കാണാത്ത പോലെ പോകണം. നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് ബോക്സർ എന്നൊരു ക്യാരക്ടർ തന്നെ ഇല്ല എന്ന് വിചാരിക്കേണ്ടതാണ്. അപ്പൊ അദ്ദേഹം നമ്മുടെ വഴിക്ക് വന്നോളും. ഫുർഫുറി നഗറിന് അദ്ദേഹത്തെ എത്രത്തോളം ആവശ്യമുണ്ടോ അതേപോലെ അദ്ദേഹത്തിനും ഫുർഫുറി നഗറിന് ആവശ്യമുണ്ട്. ചായ കടക്കാരാ, പെട്ടെന്നൊരു നല്ല ചായ എടുക്ക്. എന്റെ തലയാകെ പെരിച്ചിരിക്കുക. പത്ലു, ഇതാ നിന്റെ ചായ. എടോ, തന്റെ ചെവി ആദ്യം ക്ലീൻ ചെയ്യേ. ഞാൻ പറഞ്ഞത് താൻ കേട്ടില്ലേ? ഞാനാണ് ചായ ചോദിച്ചത്, ഞാൻ. താങ്ക് യു. ഏയ്, ഞാൻ ഇവിടെ നിലവിളിച്ചോണ്ട് ചായ ചോദിക്കുന്നു. നിനക്കെന്നെ കാണാനേ പറ്റുന്നില്ല. അത് പിന്നെ ഞാൻ എങ്കം സാറേ, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് എന്താ ആർക്കും കണ്ണു കാണാൻ മേലെ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഈ കരച്ചിലും പിടിച്ചിലൊക്കെ ഒന്ന് നിർത്ത്. നമുക്ക് വേദനിച്ചതും അടികിട്ടിയതൊന്നും ബോക്സറിന് അറിയാൻ പാടില്ല. നമ്മൾ എന്തായാലും നാടകം കളിച്ചു തുടങ്ങി. ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്യ്. വരൂ, പോകാം. പൊളിച്ചടുത്തല്ലോ. എത്ര വേഗതയുള്ള ചുഴലിക്കാറ്റാണ്. നമ്മളെല്ലാവരും ശരിക്കും അതിൽ കുടുങ്ങിപ്പോയില്ലേ? പക്ഷെ അടിപൊളിയായിരുന്നു ട്ടാ. അതെ അതെ, ഇതുപോലൊരു ചുഴലിക്കാറ്റ് എന്നെ ആകാശത്തൊക്കെ പറപ്പിച്ചോണ്ട് വന്നതാ. നല്ല രസമായിരുന്നു. ആ, എന്ത് നല്ല രസം. ഏയ്, അത് നിങ്ങൾ പറയുന്ന പോലെ ചുഴലിക്കാറ്റൊന്നും ആയിരുന്നില്ല. ഞാനായിരുന്നു. ഞാനാ നിങ്ങളെ പഞ്ച് ചെയ്തത്. എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? എന്താ പറ്റിയതെന്ന്? നിങ്ങളൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അവസാനമായിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് എന്നെ കാണാൻ മേലെ? പറയുന്നടാ. ഇതെന്താ ഈ കാണുന്നേ? പത്ലു, അറിയില്ലല്ലോ ഈ ബോക്സർ ഏട്ടൻ എവിടെ പോയി കിടക്കാന്ന്. ഇതെന്താ സംഭവിക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കന്നേ. ചിങ്ക സാറേ, നിങ്ങൾക്ക് എന്നെ കണ്ടൂടെ? ഇപ്പൊ കണ്ടല്ലോ. ഗസിറ്റാറാമേ, നിനക്ക് എന്നെ കാണാവോടാ? ഡോക്ടർ സാറേ, നോക്കൂ, എന്നെ കാണുന്നില്ലേ? ആർക്കെങ്കിലും എന്നെ മനസ്സിലാകുന്നുണ്ടോ? ബോക്സർ നല്ലവനായിരിക്കുമ്പോഴൊക്കെ നമുക്കൊക്കെ നല്ലോണം കാണാൻ പറ്റിയിരുന്നു. പക്ഷെ എന്നാണ് ബോക്സർ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയത്, അന്ന് തൊട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടേ ഇല്ല.
ദേ ഇപ്പൊ നോക്ക്, ഇപ്പൊ എല്ലാം ശരിയായോ? എന്റെ നെഞ്ചളവ് ഞാൻ കുറച്ചു. എനിക്കിപ്പോ മനസ്സിലായി അഹങ്കാരം ആർക്കും നല്ലതല്ല എന്ന്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറിയതെന്നും. നിങ്ങളുടെ പ്ലാൻ സക്സസ് ആയി. ഐ എം വെരി സോറി. എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാനാകില്ല, ഒരിക്കലും ആകില്ല. സോറി. നമ്മുടെ ബോക്സർ ചേട്ടൻ വന്നല്ലോ, നമ്മുടെ ബോക്സർ ചേട്ടൻ വന്നല്ലോ, ബോക്സർ ചേട്ടാ. ബോക്സറേട്ട ഒരു കാര്യം പറയോ? ഈ അവാർഡ് എഴുതിയ ബെൽറ്റ് നിങ്ങൾ എവിടുന്നാ മേടിച്ചത്? അതോ, അതൊരു കൊറിയർ വഴി വന്നതാ. ഓ, കൊറിയറുകാരനാണോ? അതായത് ചെറുതായിട്ട് തടിച്ചിട്ട് കുറച്ച് താടിയൊക്കെ വെച്ചിട്ട് അയാളായിരുന്നോ? നീ പറഞ്ഞത് വളരെ ശരിയാ. ജോണിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ബോക്സർ അളിയ, ഇവരെല്ലാവരും നിങ്ങൾ കണ്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കുക. എന്നിട്ട് നിങ്ങളാണ് ബോക്സർ ഓഫ് ദ ഇയർ എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുക. ജോൺ, എനിക്കിപ്പോ എല്ലാം പിടികിട്ടി. ആ ഡ്യൂപ്ലിക്കേറ്റ് കൊറിയർ നീയാണ് അയച്ചതല്ലേ? അതുകൊണ്ട് ഞാൻ അഹങ്കരിച്ച് ഒരുപാട് പേരെ ദ്രോഹിച്ചു. തയ്യാറായിക്കോ, ഇനി നിന്റെ കുഴമാണ്. സോറി ബോക്സർ അളിയ. Watch India's largest kids library only on Geo Hotstar. Download the app now.